ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ആദ്യത്തെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഏഷ്യ കപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള ഫാൻ സോണുകളൊക്കെ ലുസൈലിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ രാജ്യത്തെയും സ്റ്റാളുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഫിഫ വേൾഡ് കപ്പിന് ശേഷം ലുസൈൽ വീണ്ടും ഒന്ന് ആക്റ്റീവായി കാണാൻ പറ്റിയത് ഇപ്പോൾ ഏഷ്യ കപ്പ് വന്നതോടുകൂടിയാണ്. എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ കളികളിൽ ഫുട്ബോളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിലെയൊക്കെ കൺട്രി സോണുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കൺട്രി സോണുകൾ നടന്ന് കാണാനും പിന്നെ അവരുടേതായ കൾച്ചറൽ ആക്ടിവിറ്റീസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഫോട്ടോസൊക്കെ അതേപോലത്തെ സ്റ്റാളുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അവരുടേതായ ആൾക്കാരുടെ ട്രഡീഷണൽ ഫുഡ് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറുകളൊക്കെ അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് സൊവനിയർ ഷോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഈ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുക. കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ആയ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഏഷ്യ കപ്പ് തുടങ്ങുന്ന ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റഷ് ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ വന്ന് ക്ലീനായി കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ കണ്ടോ. ഒരു ദിവസമാണ് ഏഷ്യ കപ്പിനുള്ളൂ എന്നൊക്കെ എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഏഷ്യ കപ്പ് കാണാൻ വരുന്നവരും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഖത്തറിൽ ടൂറിസ്റ്റുകളായിട്ടുള്ളവരും അതുപോലെ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വന്ന് നമുക്ക് അടിപൊളിയായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇവൻ്റ് കൂടിയാണ് ഇത്. എല്ലാ ദിവസവും 4 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇത് ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ 6:45 9:45 വൈകുന്നേരം എല്ലാ രാജ്യത്തിൻ്റെയും അതായത് ഈ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ചേർന്നുള്ളൊരു പരേഡ് കൂടിയുണ്ട്. അപ്പോൾ പരേഡ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പരേഡിൻ്റെ വീഡിയോ കൂടി നമ്മൾ അടുത്ത വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഈ വീഡിയോ കണ്ട ശേഷം മിസ്സാക്കാതെ കാണുക. UAEയുടെ പവലിയൻ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് നടക്കുമ്പോൾ ഇനി നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ലാസ്റ്റാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എൻഡിലാണ് ഇന്ത്യയുടെയൊക്കെ പവലിയൻ വരുന്നത്. അപ്പോൾ എന്താ കണ്ടോ, ഇതുപോലെ ഒരുപാട് സൊവനിയർ ഷോപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫീലിംഗ് തന്നെയാണ്, പുതുമയുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി കൂടുതൽ കാഴ്ചകളിലേക്ക് കിടക്കാം. അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ കൂടി കണ്ട് ഇപ്പോൾ നമ്മൾ ചൈനയുടെയൊക്കെ പവലിയൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇതാ ചൈനയുടെയാണ് ഇത്. ഇവിടേക്ക് ഇനി ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ നല്ല റഷായിരിക്കും. ഇപ്പോൾ അവർ സ്റ്റാളുകൾ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും. അവരുടെ സാധനങ്ങളൊക്കെ അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഇതുപോലെ ട്രഡീഷണൽ ഡ്രസ്സിൽ അവർ നിന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. 1 മാസമേ ഉള്ളൂ. അപ്പോൾ ആരും മിസ്സാക്കരുത്. ഇനി അങ്ങോട്ട് നല്ല റഷായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ DJ അങ്ങനത്തെ ഓരോ ഇവൻറ്റുകൾ, മ്യൂസിക് ഇവൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതിനുള്ള സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വമ്പൻ ഇവൻറ്റുകളാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരു മാസം. അപ്പോൾ എല്ലാവരും ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ ഫാമിലിയൊക്കെ ആയി വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഓസ്ട്രേലിയയുടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ എല്ലാ രാജ്യത്തിൻ്റെയും മറ്റേ പരേഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ അത്യാവശ്യം റഷായി വരുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് തായ്ലാൻഡിൻ്റെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയുടെ എവിടെയെന്ന് നോക്കാം. ഇന്ത്യയുടെ കാണാനില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. എന്തായാലും ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ഫീല്, നല്ലൊരു വൈബാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ആംബിയൻസ് കൂടിയാണ്. ചെറിയ മ്യൂസിക്കൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് പോകാനുള്ള ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നമ്മൾ ഇന്ത്യയുടെ പവലിയനിൽ എത്തിയിരിക്കുകയാണ്.
കണ്ടോ, ഇന്ത്യയുടെ താജ്മഹൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ആനക്കൊമ്പനെ വെച്ചിട്ടുണ്ട്, ചന്ദ്രയാൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യയുടെ പവലിയൻ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ലുസൈലിലെ എൻ്റെ ഏരിയയിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇവിടെ തന്നെ വേറെയും 2-3 രാജ്യങ്ങളുടെ പവലിയൻ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഇവൻറ്റ് ഒരിക്കലും മിസ്സാക്കരുത്. ഖത്തറിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് ഇഷ്ടമായിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇനി കൂടുതൽ നമ്മൾ വീഡിയോ മെച്ചപ്പെടുത്താൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് പറയണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത്യാവശ്യം നല്ല റഷായി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, മുന്നിൽ അത്യാവശ്യം നല്ല റഷ് കാണുന്നുണ്ട്. എന്തായാലും ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. ഇനി കുറച്ച് ഓരോ രാജ്യത്തിൻ്റെയൊക്കെ ഇവൻറ്റുകളൊക്കെ ചെറുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൾച്ചറൽ പ്രോഗ്രാം. അങ്ങനെ ഹോങ്കോങ്ങിൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.